നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വാളയാർ കേസ് മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. IB ഉദ്യോഗസ്ഥയായ യുവതിയുടെ മരണം സുഗാന്തിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഷീ ജിൻപിങ്. ഗാസയിൽ കരയാക്രമണം, ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ ഖത്ത്. വാർത്തകൾ വിശദമായി. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഒരു മതത്തിന്റെയും സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയിട്ടില്ലെന്ന് കിരൺ റിജിജു സഭയിൽ പറഞ്ഞു. UPA ഭരണകാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിത അധികാരം നൽകിയെന്നും പ്രതിപക്ഷം പറഞ്ഞത് അനുസരിച്ചാണ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടതെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. माननीय अध्यक्ष महोदय, हम सबको बहुत डिटेल में जाने का भी आवश्यकता नहीं है. कमेटी के बारे में उसका जिक्र काफी हो चुके हैं, लेकिन मैं इतना कहना चाहता हूं कि जो कमेटी इस बार दोनों सदन लोकसभा राज्यसभा मिला करके ज्वाइंट कमेटी में वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इसलिए मैं जो ज्वाइंट कमेटी में जितने मेंबर्स दोनों सदनों के लोकसभा और राज्यसभा में जो सदस्य उस कमेटी में थे, मेरे तरफ से सरकार की ओर से मैं धन्यवाद देता हूं, अभिनंदन करना चाहता हूं. अध्यक्ष महोदय जी, कुल मिलाकर के 97,27,772 याचिकाएं ऑनलाइन, फिजिकल, मेमोरेंडम के रूप में, रिक्वेस्ट के रूप में और सुझाव के रूप में पूरे तरह से सरकार ने देखा है. वो JPC के माध्यम से हो या डायरेक्ट दिया हो, हमने सब उसको देखा है. इससे बड़ा कभी भी, इससे ज्यादा संख्या में किसी भी बिल के ऊपर में लोगों का याचिकाएं नहीं आया आज तक. कुल मिलाकर के 284 डेलीगेशन ने अलग अलग समुदाय के जो स्टेक होल्डर्स है, उन्होंने कमेटी के सामने में अपने बात को रखा है, सुझाव भी दिया है. 25 स्टेट गवर्नमेंट और यूनियन टेरिटरीज का वक्फ बोर्ड ने अपना सबमिशन भी पेश किया गया है. इसके अतिरिक्त कई लीगल लुमिनरीज, विद्वान लोग हैं हमारे समाज में, कम्युनिटी लीडर्स हैं, अलग अलग धार्मिक संस्थाओं का प्रतिनिधि, चैरिटेबल ऑर्गेनाइजेशन, सिविल सोसाइटी, एकेडमिशियंस, रिसर्चर्स, पॉलिसी मेकर्स, सब ने इस कमेटी के सामने में पेशकश किया है. ബില്ലിനെതിരെ ശക്തമായി പ്രതിഷേധം തുടരുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സഭയിലെത്തിയില്ല. ബിൽ അവതരിപ്പിക്കുവാൻ മന്ത്രിയെ ക്ഷണിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയിരുന്നു. നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഭേദഗതികളിലെ എതിർപ്പുകൾ പറയുവാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് പ്രേമചന്ദ്രൻ ഉന്നയിച്ചു. JPCക്ക് ഭേദഗതി നിർദ്ദേശങ്ങൾ ബില്ലിൽ ചേർക്കാനാകുമോ എന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു. പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബില്ല് JPCക്ക് വിട്ടതെന്നും JPC റിപ്പോർട്ടിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകി. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ അമിത്ഷാ കോൺഗ്രസ് കാലത്തെ പോലുള്ള നടപടികളില്ലെന്നും പരിഹസിച്ചു. വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കുവാൻ രേഖ നിർബന്ധമാക്കുമെന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന്. സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്തുവാനും ബില്ല് നിർദ്ദേശിക്കുന്നു. ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ല് നിഷ്കർഷിക്കുന്നു. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്കേ വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ജില്ലാ കളക്ടർ എന്ന വ്യവസ്ഥ എടുത്തു മാറ്റി. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ലോകം കാത്തിരിക്കുന്ന അമേരിക്കയുടെ ആഗോള തീരുവ പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ 1:30-ക്കാണ് വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നടക്കുക. പുതിയ തീരുവകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് സ്ഥിരീകരിച്ചു.
എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ 20% തീരുവ എന്ന നിർദ്ദേശമാണ് പ്രധാനമായും പരിഗണിക്കുന്നതെന്നാണ് സൂചന. അതേസമയം ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടില്ല. പ്രഖ്യാപന ചടങ്ങിനെ മേക്ക് അമേരിക്ക വെൽത്തി എഗെയിൻ എന്നായിരിക്കും വിശേഷണം. $6 ട്രില്യൺ അധിക വരുമാനം അമേരിക്കയ്ക്ക് ലഭിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ US ഉൽപ്പന്നങ്ങൾക്കുള്ള എല്ലാ തീരുവകളും പിൻവലിക്കുമെന്ന് അറിയിച്ചു. തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയുമായ അമേരിക്കയെ പിന്തുണയ്ക്കുന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച്, സാമ്പത്തിക വ്യവസായ മന്ത്രി MK നിർ ബർക്കത്ത് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം താരിഫുകൾ വരുന്നതിൽ അമേരിക്കയിൽ മാത്രമല്ല ആഗോളതലത്തിൽ നിക്ഷേപകരും വ്യവസായികളും ആശങ്കയിലാണ്. ട്രംപ് സാർവത്രികമായി 20% താരിഫ് ഏർപ്പെടുത്തിയാൽ 5.5 ദശലക്ഷം തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും തൊഴിലില്ലായ്മ 7% ഉയരുമെന്നും US GDP 1.7% കുറയുമെന്നും മൂഡീസ് അനലിറ്റിക്സ് ചീഫ് ഇക്കണോമിസ്റ്റ് മാർക്ക് സാൻഡി മുന്നറിയിപ്പ് നൽകി. അങ്ങനെ സംഭവിച്ചാൽ ഗുരുതരമായ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന് സാൻഡിയെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ട്രംപിന്റെ നികുതി ചുമത്തലിനെതിരെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിരുന്നു. ചൈനയടക്കമുള്ള രാജ്യങ്ങളും അമേരിക്കൻ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. താരിഫ് ഒഴിവാക്കാനുള്ള പ്രതീക്ഷയിൽ US-ഉമായി ചർച്ച തുടരുമെന്നാണ് ഇന്ത്യൻ സർക്കാരിന്റെ നയം. അതേസമയം US ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഇന്ത്യ ഗണ്യമായി കുറയ്ക്കാൻ പോകുന്നെന്നാണ് താൻ അറിഞ്ഞതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അവർ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ലെന്നും ട്രംപ് ചോദിച്ചു. US-ന്റെ പകരച്ചുങ്കം രാജ്യങ്ങളെ ചൈനയ്ക്കൊപ്പം ചേരാൻ നിർബന്ധിതരാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് അത്തരം ആശങ്കയില്ലെന്ന് ട്രംപ് പറഞ്ഞു. US-ന് മേൽ വർഷങ്ങളായി നീതിപൂർവമല്ലാത്ത തീരുവ ചുമത്തുന്ന പല രാജ്യങ്ങളും അത് കുറയ്ക്കാൻ തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. US നിർമ്മിത കാറുകൾക്കുള്ള തീരുവ യൂറോപ്യൻ യൂണിയൻ ഇതിനകം 2.5% കുറച്ചത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പകരച്ചുങ്കത്തിനു പുറമെ വാഹനങ്ങൾക്കുള്ള 25% ഇറക്കുമതി തീരുവയും വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുള്ള 25% ഇറക്കുമതി തീരുവയും ബുധനാഴ്ച പ്രാബല്യത്തിലാകും. ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. തീരുമാനം US-ന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും ഏപ്രിൽ 2 വിമോചന ദിനമായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഒരു നടപടികളും പാടില്ലെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം വിശദമായ വാദം കേൾക്കും. തങ്ങളെ കൂടി പ്രതി ചേർത്ത CBI നടപടി റദ്ദാക്കി തുടരന്വേഷണം വേണമെന്നാണ് ആവശ്യം. CBI കണ്ടെത്തൽ യുക്തിഭദ്രമല്ലെന്നും കൊലപാതക സാധ്യത പരിശോധിച്ചില്ലെന്നുമാണ് പ്രധാന വാദം. നേരത്തെ വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്നാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നേരത്തെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയെന്ന കണ്ടെത്തൽ പാലക്കാട് വിചാരണ കോടതി തള്ളിയിരുന്നു. കുട്ടികളുടെ അരക്ഷിതമായ ജീവിത സാഹചര്യവും ക്രൂരമായ ലൈംഗിക ചൂഷണവും ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളെന്നാണ് CBI കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളും കണക്കിലെടുത്താണ് CBI കണ്ടെത്തൽ. കുറ്റപത്രത്തിൽ പോലീസ് സർജന്റെ റിപ്പോർട്ടും CBI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുറ്റകൃത്യം നടന്ന സ്ഥലം, ഇൻക്വസ്റ്റ് ഫോട്ടോകൾ, തുടർ റിപ്പോർട്ടുകൾ എന്നിവ പഠിച്ച ശേഷം തൂങ്ങി മരണത്തിനാണ് സാധ്യതയെന്ന പോലീസ് സർജന്റെ നിഗമനവും കുറ്റപത്രത്തിൽ പറയുന്നു. ഇളയ കുട്ടിക്ക് 9 വയസ്സ് മാത്രമായിരുന്നു പ്രായമെങ്കിലും ആത്മഹത്യ എന്ന സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിസങ്കീർണമായ കുടുംബ പശ്ചാത്തലം, ബാല്യകാല ദുരനുഭവങ്ങൾ, ലൈംഗിക ചൂഷണം, മതിയായ കരുതൽ ലഭിക്കാത്ത ബാല്യം എന്നിവയെല്ലാം കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാകാം. കേസിൽ കൊലപാതക സാധ്യത നിലവിലില്ലെന്ന ഫോറൻസിക് കണ്ടെത്തലും കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. തങ്ങളെ കൂടി പ്രതി ചേർത്ത CBI നടപടിക്കെതിരെയാണ് ഹർജി നൽകിയത്. CBI കുറ്റപത്രം റദ്ദാക്കണമെന്നതാണ് കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രധാന ആവശ്യം. കേസിൽ തുടരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് മാതാപിതാക്കളെ പ്രതി ചേർത്തിരുന്നത്. ലൈംഗിക പീഡനത്തെ തുടർന്നുണ്ടായ മാനസിക പീഡനമാണ് വാളയാർ പെൺകുട്ടികളുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നായിരുന്നു CBI കണ്ടെത്തൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന സുഹൃത്ത് സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി.
യുവതിയുടെ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് ആണെന്നാണ് ആരോപണം. ഒളിവിലുള്ള സുഗാന്തിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സുഗാന്ത് രാജ്യം വിട്ടുപോകാതിരിക്കാനാണ് നോട്ടീസ് ഇറക്കിയത്. യുവതിയുടെ അച്ഛൻ ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏതാനും തെളിവുകൾ കൈമാറിയിരുന്നു. മലപ്പുറം സ്വദേശിയായ യുവാവ് IB ഉദ്യോഗസ്ഥയെ ലൈംഗിക ചൂഷണം നടത്തിയതായും കുടുംബം പരാതി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ മാസം 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തായ മലപ്പുറം സ്വദേശി സുഗാന്തിനെതിരെ ഗുരുതര ആരോപണവുമായാണ് യുവതിയുടെ കുടുംബം രംഗത്തെത്തിയത്. യുവതി ലൈംഗിക അതിക്രമം നേരിട്ടെന്ന് കുടുംബം ആരോപിച്ചു. ലൈംഗിക അതിക്രമം നേരിട്ടതിന്റെ അടക്കം തെളിവുകൾ കുടുംബം പോലീസിനെ കൈമാറി. സുഗാന്ത് 3.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു. സുഗാന്തിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും IB ഉദ്യോഗസ്ഥയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയതായാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം. യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും സുഹൃത്തും സഹപ്രവർത്തകനുമായ യുവാവിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂവെന്ന് പേട്ട പോലീസ് പറയുന്നു. യുവതി ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുമ്പും സുഹൃത്തായ യുവാവിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈഞ്ചക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന IB ഉദ്യോഗസ്ഥയെ മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. മരിക്കുന്നതിനെ തൊട്ടുമുമ്പ് സുഗാന്തുമായി ഫോണിൽ 8 മിനിറ്റോളം സംസാരിച്ചിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുഗാന്തിനായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത്. സുഗാന്ത് സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. ശമ്പളം മുഴുവൻ 8 മാസമായി സുഗാന്ത് തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു. ഇക്കാര്യം കാണിച്ച് അദ്ദേഹം IB ADGP, പേട്ട പോലീസ് സ്റ്റേഷൻ, കൂടൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതിയും നൽകിയിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥനാണ് മലപ്പുറം സ്വദേശിയായ സുഗാന്ത്. IB പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത്. പിന്നീട് പലവട്ടമായി ഇയാൾ IB ഉദ്യോഗസ്ഥയിൽ നിന്ന് പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണ്ണമായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തെന്നുമാണ് വിവരം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75-ാം വാർഷികത്തിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അയച്ച സന്ദേശത്തിലാണ് ഷീ ഇക്കാര്യം പറഞ്ഞത്. വജ്ര ജൂബിലിയുടെ ഭാഗമായി ചൊവ്വാഴ്ച ഇരു രാജ്യങ്ങളും പരസ്പരം അഭിനന്ദന സന്ദേശം കൈമാറി. വ്യാളിയും ആനയും ഒന്നിച്ചുള്ള ടാങ്കോ നൃത്തം പോലെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം മാറണമെന്ന് സന്ദേശത്തിൽ ഷീ ജിൻപിങ് പറയുന്നു. ചൈനയുടെ പ്രതീകാത്മക ചിഹ്നമാണ് വ്യാളി, ഇന്ത്യയുടേത് ആനയും. തെക്കേ അമേരിക്കൻ നൃത്തരൂപമാണ് ടാങ്കോ. 2020-ൽ ഗൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും ബന്ധം സാധാരണ നിലയിൽ എത്തിക്കാൻ ശ്രമിച്ചു വരുന്നതിനിടെയാണ് നയതന്ത്ര വാർഷികത്തിൽ നേതാക്കൾ പരസ്പരം സന്ദേശങ്ങൾ അയച്ചത്. സമാധാനപരമായ സഹവർത്തിത്വത്തിനെ അയൽക്കാർ വഴി കണ്ടെത്തണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയവും സഹകരണവും മെച്ചപ്പെടുത്താൻ താൻ തയ്യാറാണെന്നും ഷീ പറഞ്ഞു. ഷീക്കും ദ്രൗപദി മുർമുവിനും പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ്ങും പരസ്പരം അഭിനന്ദന സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാകുൻ പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75-ാം വാർഷികത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ചൈനീസ് അംബാസഡർ സു ഫെയ്റോങ് ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും അതിലൂടെ ഇരുവർക്കുമുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും നേതാക്കൾ പരിപാടിയിൽ സംസാരിച്ചു. പരസ്പര ബഹുമാനത്തിന്റെയും താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാണെന്ന് വിക്രം മിശ്രി പറഞ്ഞു. ഈ വർഷം കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലോകത്തിന് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യയും ചൈനയും ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളാണെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. 2024 ഒക്ടോബറിൽ കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം പൂർത്തിയാക്കാൻ ധാരണയായിരുന്നു. ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ സാധാരണ നില തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് മോദി കൂട്ടിച്ചേർത്തു. ഇത് ലോകത്ത് സമാധാനം നിലനിർത്താനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനും സഹായിക്കും.
ലോകം പല ധ്രുവങ്ങളായി മാറുന്ന ഈ സമയത്ത് ഇരു രാജ്യങ്ങളുടെയും സഹകരണം പ്രധാനമാണ്. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയതായി മന്ത്രി വീണ ജോർജ്. ഇൻസെന്റീവ് വർധനവും കോ ബ്രാൻഡിംഗിലെ കുടിശ്ശിക നൽകുന്നതും പരിശോധിക്കുമെന്ന് JP നദ്ദ പറഞ്ഞതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ നമുക്ക് 19-ാം തീയതിയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചത്. 20-ാം തീയതി അദ്ദേഹത്തിന് തിരക്കായിരുന്നതുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം അറിയിച്ചു. അതിലെ ആ അപ്പോയിന്റ്മെന്റ് നമ്മൾ തേടിയതിലാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെയും കൂടി സൌകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് കണ്ടത്. ഇതുകൂടാതെ സംസ്ഥാനം നടത്തുന്ന TB എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. നല്ല നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ രാജ്യത്ത് കേരളം ആണ് നടത്തുന്നത് എന്നുള്ളത് പറഞ്ഞു. മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 വിഷയങ്ങളാണ് സംസാരിച്ചത്. ഒന്ന് ആശാമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, അതോടൊപ്പം തന്നെ നമ്മുടെ ആശമാർ ഉയർത്തുന്ന വിഷയങ്ങൾ, അത് കേന്ദ്ര സ്കീമാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ ഇക്കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു. ഇതുതന്നെയാണ് ആദ്യമായിട്ട് ഒന്നാമത്തെ അജണ്ടയായിട്ട് സംസാരിച്ചത്. അതോടൊപ്പം നമുക്ക് 2023-24 ശേഷിക്കുന്നത് നൽകുന്നത് സംബന്ധിച്ച കാര്യം അതും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ച് അത് വർക്കൌട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു. അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം ഈ ഓൺലൈൻ ഡ്രഗ്സ് വിൽപ്പന, ഇപ്പോൾ പല ജിമ്മുകളിൽ ട്രക്ക് കൺട്രോളറൊക്കെ നടത്തിയ റെയ്ഡിൽ സ്റ്റെറോയിഡ്സ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റെറോയിഡ്സ് കണ്ടെത്തിയിരുന്നു. ഏത് മരുന്നും ഓൺലൈനിൽ അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വളരെ ഗൌരവതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നേരത്തെ തന്നെ റെപ്രസന്റേഷൻ കൊടുത്തിരുന്നു. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. ഇക്കാര്യവും ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിൽ ഒന്നാമത്തെ വിഷയമായിട്ട് ഈ ഇന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നുള്ള കാര്യവും, അങ്ങനെ ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് ചർച്ച ചെയ്തത്. ഈ ആശാസമരത്തിന്റെ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ലഭിച്ചോ? കൂട്ടുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ടാണല്ലോ കൂട്ടുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും അല്ല, ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടെയാണ്. 60-40 അതായത് 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരുമാണ്. അപ്പം ഇക്കാര്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് എന്നുള്ളത്, ക്ഷമിക്കണം, എനിക്ക് വൈറൽ ഫീവറിന് ശേഷമുള്ള ആ ഒരു ഇൻഫെക്ഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ 60-40 എന്നുള്ളത് 40 സ്റ്റേറ്റാണ്. അപ്പം അതുകൊണ്ട് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് പരിശോധിക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ പരിശോധനയിലാണെന്നുള്ളത് പറഞ്ഞു. അക്കാര്യവും പറഞ്ഞിരുന്നു. എയിംസിന്റെ കാര്യവും സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ഥലം കൊടുത്തത് സംബന്ധിച്ചും, അതായത് 150 ഏക്കർ ഗവൺമെന്റ് ലാൻഡും 50 ഏക്കർ അക്വിസിഷനും അതിന്റെ പ്രോസസ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് കൊടുത്തതും മിനിസ്ട്രിയിൽ ഉള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അത് കേരളത്തിന് അത് വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടും. അത് ലഭിക്കും, അത് വൈകാതെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്കത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അടുത്ത ഒരു എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഒന്നും കേരളത്തിന് തരാനില്ല എന്നാണ് രാജ്യസഭയിൽ JP നദ്ദ പറഞ്ഞത്. അപ്പോൾ ആ കുടിശ്ശികയുടെ കാര്യത്തിൽ കൃത്യമായൊരു ഞാൻ ഈ മീറ്റിംഗിൽ ആ വിഷയം ഉയർത്തി ഈ വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ അത് പരിശോധിക്കാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള, അപ്പം അങ്ങനെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസന്റേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ശേഷിക്കുന്നുള്ളത് അത് ഓഫീസേഴ്സിനോട് അത് പരിശോധിച്ചിട്ട് അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നുള്ളതും പറയുകയുണ്ടായി. പൊതുവിൽ
വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത്. ആ നിലയിൽ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ആശമാരുടെ വിഷയം സംബന്ധിച്ച കാര്യത്തിൽ വളരെ വിശദമായി തന്നെ ഒന്നാമത് അത് തന്നെയാണ് ചർച്ച ചെയ്തത്. വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം കേട്ടു. അതിനുശേഷം ആണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിൽ പരിശോധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സും അക്കാര്യം പറയുകയുണ്ടായി. പണം തരുന്നതിന് അതിൽ എന്താണ് അവർ ഒരു എന്ത് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഫണ്ട് ലാഭസായ ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. കാരണം 2023-24 മുതൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ. അതായത് അത് കോബ്രാൻഡിംഗ് സംബന്ധിച്ച വിഷയമാണ്. അപ്പൊ അത് ആദ്യം ഡിസംബറിൽ നമ്മളത് നൽകിയിരുന്നു. അതിനുശേഷം വേറൊരു രീതിയിൽ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് നമ്മൾ നൽകിയിരുന്നു. അപ്പൊ അതെല്ലാം പറഞ്ഞിരുന്നു. അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രം തുക വർദ്ധിപ്പിക്കാതെ സംസ്ഥാനത്തിനെ ഒന്നും ചെയ്യാനാവില്ലെന്നും വീണ ജോർജ് വ്യക്തമാക്കി. പാർലമെന്റിൽ അരമണിക്കൂറോളം നേരം വീണ ജോർജ് JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വീണ ജോർജ്. ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രിയുടെ വാക്കിനപ്പുറം കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ആശ നൽകുന്ന ഒന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലുണ്ടായില്ല. ആശമാർക്കുള്ള ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. ഇക്കാര്യം പരിശോധിക്കണമെന്ന് JP നദ്ദ അറിയിച്ചതായി വീണ ജോർജ് പറഞ്ഞു. കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുമ്പോൾ അനുപാതകമായി സംസ്ഥാനവും കൂട്ടും. എന്നാൽ സംസ്ഥാനം ഓണറേറിയം വർദ്ധിപ്പിക്കുമോ എന്നതിൽ വ്യക്തമായ മറുപടി ആരോഗ്യമന്ത്രി നൽകിയില്ല. സന്നദ്ധ സേവകർ എന്നത് മാറ്റി തൊഴിലാളികളായി ആശമാരെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്രവുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ആശാവർക്കർമാരെ അറിയിക്കുന്നത് പരിശോധിക്കും. ഇതിനായി 2 ദിവസത്തിനുള്ളിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എന്നാൽ ഇൻസെന്റീവ് എത്ര വർദ്ധിപ്പിക്കുമെന്നോ ഇക്കാര്യത്തിൽ തീരുമാനം എപ്പോൾ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്നോ മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. കോബ്രാൻഡിംഗ് കുടിശ്ശികയായ 637 കോടി രൂപയുടെ കാര്യം പരിശോധിക്കാൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെട്ടവർക്ക് JP നദ്ദ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. എയിംസ് കേരളത്തിന് നൽകുമെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേരളത്തിന് എയിംസ് ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയെന്നും വീണ ജോർജ് അറിയിച്ചു. ആശാവർക്കർമാർക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയോട് വിശദമായി സംസാരിച്ചു. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് മുൻപും പറഞ്ഞത്. സമരം പിൻവലിക്കണം എന്നാണ് നിലപാട്. വർധനവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. സന്നദ്ധ സേവകർ എന്നത് മാറ്റി തൊഴിലാളികളായി ആശാവർക്കർമാരെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്രമാണ് തീരുമാനം എടുക്കേണ്ടത്. കേന്ദ്രവുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ആശാവർക്കർമാരെ അറിയിക്കുന്നത് പരിശോധിക്കും. എല്ലാവരുമായി ചർച്ച നടത്തണമെന്ന് INTUC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ച 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് വീണ ജോർജ് അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കുവാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഹമാസ് തീവ്രവാദികൾ തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കാറ്റ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗാസ മുനമ്പിലെ ബഫർ സോൺ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തോടാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഏകമാർഗം ഹമാസിനെ ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയുമാണെന്നും കാറ്റ്സ് ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞു. എന്നാൽ എത്ര ഭൂമിയാണ് പിടിച്ചെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കാറ്റ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ ദഹിയയിൽ ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സ് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഹിസ്ബുള്ള തീവ്രവാദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധം പുലർത്തിയിരുന്ന ഹസൻ അലിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഹസൻ അലി മഹ്മൂദ് ബദീർ എന്നു പേരുള്ള ഇയാൾ ഹിസ്ബുള്ളയുടെ യൂണിറ്റ് 3900-ലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഖുഡ്സ് ഫോഴ്സിലും അംഗമായിരുന്നു. ഹമാസ് തീവ്രവാദികളെ നയിക്കുകയും ഇസ്രായേലി സിവിലിയന്മാർക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും അവരെ സഹായിക്കുന്നതിലും ഇയാൾ മുൻപന്തിയിലായിരുന്നുവെന്ന് IDF പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഭീകരൻ ഉയർത്തിയ അടിയന്തര ഭീഷണി കണക്കിലെടുത്താണ് IDF-ഉം ISA-യും ഇയാളെ കൊലപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഉടനടിയുള്ള ഭീഷണിയെ തുടർന്നാണ് ആക്രമണത്തിന് ഉത്തരവിട്ടത്. ആക്രമണത്തിൽ കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി.
IDF, ഷിൻബെറ്റ്, മൊസാദ് എന്നിവ ഇസ്രായേലിന് അകത്തും പുറത്തുമുള്ള ഇസ്രായേലി പൗരന്മാർക്കുണ്ടാകുന്ന ഏതൊരു ഭീഷണിയും തടയുവാൻ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സ് അറിയിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോൺ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ഗബ്രിയേൽ ബോറിക് നടത്തുന്ന ഇന്ത്യ സന്ദർശനത്തിലാണ് അദ്ദേഹം മോദിയെ പ്രശംസിച്ചത്. രാഷ്ട്രപതി ഭവനിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയുടെ നയതന്ത്ര വൈദഗ്ധ്യത്തെ ബോറിക് വാനോളം പുകഴ്ത്തി. ഡൊണാൾഡ് ട്രംപ്, വൊളോഡിമർ സെലൻസ്കി, വ്ളാഡിമിർ പുടിൻ എന്നിങ്ങനെ എല്ലാ നേതാക്കളുമായും ഒരുപോലെ സംസാരിക്കുവാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഒരേയൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നാണ് ഗബ്രിയേൽ ബോറിക് അഭിപ്രായപ്പെട്ടത്. യൂറോപ്യൻ യൂണിയനിലെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയുമെല്ലാം നേതാക്കളെ ഒരുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും മോദിക്കുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു നേതാവിനെ കൊണ്ടും ചെയ്യുവാൻ സാധിക്കാത്ത കാര്യമാണിവയെന്നാണ് ഗബ്രിയേൽ ബോറിക് അഭിപ്രായപ്പെട്ടത്. വർത്തമാനകാല രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ പ്രശംസിക്കുന്നതിനോടൊപ്പം ലോകത്തിന് തന്നെ സമാധാന അന്തരീക്ഷം ഉറപ്പാക്കുവാൻ ഈ രാജ്യത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാണ് ഇന്ത്യ. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ദാരിദ്ര്യത്തിനും അസമത്വത്തിനുമെതിരായ പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നത്. ലോകസമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ രാജ്യമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്ന തനിക്ക് രാജ്യം നൽകിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞ ഗബ്രിയേൽ ബോറിക് ഫോൺ ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും അറിയിച്ചു. ഒരു രാജ്യത്തിനെയും അമിതമായി ആശ്രയിക്കുന്ന കീഴ്വഴക്കം ചിലിക്കില്ല. എന്നാൽ ചൈന, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യ, പസഫിക്, ജപ്പാൻ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി മികച്ച ബന്ധം ചിലി പുലർത്തുന്നുണ്ട്. എന്നാൽ ഇനിയങ്ങോട്ട് ഇന്ത്യയുമായി ആഴത്തിലുള്ള ബന്ധം പുലർത്തുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും ഗബ്രിയേൽ ബോറിക് അറിയിച്ചു. മലപ്പുറം മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതിയിൽ കേസെടുക്കണമെന്ന പൊന്നാനിയിലെ വീട്ടമ്മയുടെ ഹർജിയിൽ പരാതിക്കാരിയോടും സർക്കാരിനോടും ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ആസൂത്രിത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത തകർക്കുവാൻ വ്യാജ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ടെന്ന് ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, മൻമോഹൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. 2022 പരാതിയിൽ എന്തുകൊണ്ടാണ് കേസെടുക്കുവാൻ വൈകിയതെന്ന് സർക്കാരിനോടും കോടതി ചോദിച്ചു. ഹർജിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. ആരോപണ വിധേയരായ മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കാണ് നോട്ടീസ്. പരാതിയിൽ കേസെടുക്കുവാനുള്ള മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെയാണ് വീട്ടമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസെടുക്കുവാൻ ഉത്തരവിടുന്നതിനു മുമ്പ് മജിസ്ട്രേറ്റിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗമോ പോലീസ് റിപ്പോർട്ടോ പരിഗണിക്കേണ്ടതില്ലെന്ന് വീട്ടമ്മയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ R. ബസന്ത് വാദിച്ചു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതികൾ ഉയർന്നു വരാറുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ചില കുറ്റവാളികൾ അവർക്കെതിരായ പരാതികളിൽ അന്വേഷണം വഴിതെറ്റിക്കുവാൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 2022 സംഭവത്തിൽ പരാതി നൽകുവാൻ കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നും സുപ്രീം കോടതി ഉന്നയിച്ചു. എന്നാൽ മജിസ്ട്രേറ്റ് കേസെടുക്കുവാൻ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ആരോപണ വിധേയരായ പോലീസുകാരുടെ ഭാഗവും പോലീസ് റിപ്പോർട്ടും പരിഗണിക്കണമെന്ന് BNSന്റെ 175 ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി വാദിച്ചു. അതേസമയം സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ SP സുജിത് ദാസിനെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയി നിയമിച്ചിരുന്നു. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ഫോണിലൂടെ വിമർശിച്ചതിന് സസ്പെൻഷനിലായ അദ്ദേഹത്തെ അന്വേഷണം തീരും മുൻപാണ് തിരിച്ചെടുത്തത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ മാരത്തൺ പ്രസംഗവുമായി ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബുക്കർ ശാരീരികമായി കഴിയുന്നിടത്തോളം കാലം ഇവിടെ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച വൈകിട്ട് 55-കാരനായ ബുക്കർ തന്റെ പ്രസംഗം ആരംഭിച്ചത്. രാത്രി മുഴുവൻ നീണ്ടുനിന്ന പ്രസംഗം 25 മണിക്കൂർ 5 മിനിറ്റ് നേരം വരെ നീണ്ടുനിന്നു. സെനറ്റ് ചാമ്പറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമെന്ന റെക്കോർഡ് ഇത് സ്വന്തമാക്കി. പ്രസംഗത്തിനിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സഹപ്രവർത്തകരായ ഡെമോക്രാറ്റ് സെനറ്റർമാർ ബുക്കറിനെ ഇടവേളയെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. ഡെമോക്രാറ്റുകൾക്ക് ചരിത്രപരമായ ആശ്വാസം നൽകുന്ന നേട്ടം കൂടിയായിരുന്നു ഇത്. 68 വർഷങ്ങൾക്ക് മുമ്പ് US-ലെ വർണ്ണവിവേചനമില്ലായ്മ ചെയ്യുന്നതിനായുള്ള 1957 പൗരാവകാശ നിയമത്തിനെതിരെ സെനറ്റ് ഫ്ലോറിൽ നിന്ന് മാറാതെ പ്രസംഗിച്ച സൗത്ത് കരോലിനയിൽ നിന്നുള്ള
റിപ്പബ്ലിക്കൻ സെനറ്റർ സ്ട്രോം തെർമോണ്ടിന്റെ റെക്കോർഡാണ് ബുക്കർ ഭേദിച്ചത്. അന്ന് 24 മണിക്കൂർ 18 മിനിറ്റാണ് തെർമോണ്ട് സെനറ്റ് വേദിയിൽ പ്രസംഗിച്ചത്. തെർമോണ്ടിന്റെ പ്രസംഗം വകവയ്ക്കാതെയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ ബുക്കർ, അദ്ദേഹം എത്ര ശക്തനായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ശക്തരായതുകൊണ്ടാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. റെക്കോർഡ് പ്രസംഗത്തിന് ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ബുക്കറിനെ കാണാൻ US കോൺഗ്രസിലെ ആദ്യ കറുത്തവർഗക്കാരനായ നേതാവും ഡെമോക്രാറ്റിക് ഹൗസ് ലീഡറുമായ ഹക്കീം ജെഫ്രീസ് എത്തി. അവിശ്വസനീയമായും വിധം ശക്തമായ നിമിഷമെന്നാണ് ഹക്കീം ബുക്കറിന്റെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത്. കാരണം ഒരു വിഘടനവാദിയുടെ റെക്കോർഡാണ് ബുക്കർ തകർത്തതെന്നും ജനാധിപത്യത്തെയും അമേരിക്കൻ ജീവിത രീതിയെയും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമായിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സംബന്ധിച്ച് അസാധാരണമായ സമയമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബുക്കർ പ്രസംഗം ആരംഭിച്ചത്. അമേരിക്കൻ ജനതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ ഭീഷണികൾക്കെതിരെ നിലകൊള്ളാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ടെന്നും ബുക്കർ പറഞ്ഞു. ട്രംപിന്റെ രണ്ടാം ഭരണകൂടം ചുമതലയേറ്റതു മുതൽ സ്വീകരിച്ച നടപടികളെ നിശ്ചിതമായി വിമർശിക്കുന്നതായിരുന്നു ബുക്കറിന്റെ പ്രസംഗം. ഗ്രീൻലാൻഡിനെയും കാനഡയെയും പിടിച്ചെടുക്കുമെന്ന തരത്തിലുള്ള പ്രസിഡന്റിന്റെ വാക്കുകൾ ഭരണഘടനാപരമായ പ്രതിസന്ധിക്കിടയാക്കിയെന്ന് ഘടകകക്ഷികളിൽ നിന്നുള്ള കത്തുകൾ ചൂണ്ടിക്കാട്ടി ബുക്കർ പറഞ്ഞു. ട്രംപ് ഭരണകൂടവും ഇലോൺ മസ്കിന്റെ എഫിഷ്യൻസി വകുപ്പും നടപ്പാക്കിയ സാമൂഹ്യ സുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെ ബുക്കർ ശക്തമായി എതിർത്തു. ആരോഗ്യരംഗം, സമ്പദ് വ്യവസ്ഥ, സാമൂഹ്യ സുരക്ഷ, കുടിയേറ്റം, വിദ്യാഭ്യാസം, സുരക്ഷ, ഭവനം, അഭിപ്രായ സ്വാതന്ത്ര്യം, വിദേശനയം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങളും ആശങ്കകളും അദ്ദേഹം സെനറ്റിനെ മുന്നിൽ ഉന്നയിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.